ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കൂരവ് പൊടിച്ച് നമുക്കൊരു ഉറട്ടി ഉണ്ടാക്കാം. ഇത് ഷുഗർ ഉള്ളവർക്കും ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല ഒരു ഡിഷായിരിക്കും. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കൂരവ് ഇതുപോലെ നന്നായി പൊടിച്ചത് ഒരു ഗ്ലാസ് എടുക്കാം. അതിലേക്ക് 1/4 ഗ്ലാസ് തേങ്ങ അതും ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് ചേർത്ത് വെട്ടി തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിന് വളരെ കുറച്ച് വെള്ളം മാത്രം മതി. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നന്നായി കുഴച്ചെടുക്കാം. ഇത് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് വിശക്കുമ്പോഴെല്ലാം ഓരോന്ന് കഴിച്ചുകൊണ്ട് നടക്കാം. ഷുഗർ ഉള്ളവർക്കും നല്ല ഒരു റെസിപ്പി ആയിരിക്കും ഇത്. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ കുറേശ്ശെ തിളച്ച വെള്ളം ഒഴിച്ച് ഇതുപോലെ കുഴച്ചെടുക്കാം. ഇനി ഇത് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കി ഉരുട്ടി വയ്ക്കാം. ഇത് കുറച്ച് കനത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നല്ല വലിപ്പമുള്ള ഇതുപോലുള്ള ബോൾസുകളായിട്ട് ഉരുട്ടി വയ്ക്കാം. അതിനുശേഷം ചൂടായ തവയിലേക്ക് ഓരോ ഉരുളകളായിട്ട് വെച്ച് ഇതുപോലെ പരത്തിയെടുക്കാം. ചെറിയ തീയിൽ വെച്ചിരുന്നാൽ മതി. കൈയുടെ ഈ ഭാഗം വെച്ചിട്ട് പരത്തി കൊടുത്താൽ മതി. ഒരു ഭാഗം വെന്ത് വരുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. ഇത്രയും കനത്തിലായിരിക്കും ഇത് പരത്തിയെടുക്കുന്നത് നല്ലത്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയും കൂടെ ചെയ്യുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. രണ്ട് സൈഡിലും നെയ്യ് തടവി കൊടുക്കാം. ഇതുപോലെ രണ്ട് സൈഡിലും നെയ്യ് തടവി കൊടുത്ത് തിരിച്ചും മറിച്ചും വിട്ട് നല്ലതുപോലെ മൊരിയിച്ച് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നല്ല ഹെൽത്തി ആയിട്ട് എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഡിഷായിട്ടാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, ഇപ്പോൾ കൂര ഉരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കറിയൂട്ടി കഴിക്കാനും ഇങ്ങനെ തന്നെ കഴിക്കാനും മധുരം ചേർത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഫ്രൈ പാനിൽ വെച്ച് പരത്താൻ പറ്റാത്തവർക്ക് ചപ്പാത്തി പ്രസ്സിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് അതിൽ വെച്ച് പ്രസ് ചെയ്ത് പരത്തി ചുട്ടെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലെ വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു.